നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് ബേസിക് ടെക്സ്റ്റ് ഫയൽ ഓപ്പറേഷൻസ് ആണ്. എന്തൊക്കെയാണ് ടെക്സ്റ്റ് ഫയലിൽ നമ്മൾ ചെയ്യുന്ന ഓപ്പറേഷൻസ്? അതിൽ ഫസ്റ്റ് തന്നെ ഓപ്പൻ, അതേപോലെ തന്നെ ക്ലോസ്, പിന്നെ റീഡ് റൈറ്റ്, മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ ആൻഡ് അപ്പെൻഡ്. നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. ഇനി ഇത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓപ്പൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫയൽ ഓപ്പൺ ചെയ്യണു. ക്ലോസ് എന്ന് പറഞ്ഞാൽ ഒരു ഫയൽ ക്ലോസ് ചെയ്യണു. റീഡ് ആൻഡ് റൈറ്റ്, നമുക്കൊരു ഫയൽ റീഡ് ചെയ്യുക, അതുപോലെ റൈറ്റ് ചെയ്യുക. പിന്നെ മാനിപ്പുലേഷൻ ഓഫ് ഡാറ്റ എന്ന് പറഞ്ഞാൽ നമ്മളവിടെ എന്താണോ നമ്മൾ കൊടുത്തിട്ടുള്ള ആ ഡാറ്റയെ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യുക, ചേഞ്ച് ചെയ്യുക. പിന്നെ അപ്പെൻഡ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി ഉള്ള ഡാറ്റയിൽ നമ്മൾ എന്താണോ പുതിയതായിട്ട് ചേർക്കുന്നത് അതും കൂടി ഇതിലേക്ക് അഡീഷണലി ആഡ് ചെയ്യുന്നു. ഇനി റൈറ്റ് ചെയ്യുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഒരു പ്രോഗ്രാമിൽ എഫ് ഈക്വൽ ഓപ്പൻ a.txt എന്നിട്ട് നമ്മൾ w എന്ന് കൊടുത്തു കഴിഞ്ഞാൽ a.txt എന്ന് പറയുന്നത് ഫയലിന്റെ പേര്, w എന്ന് പറയുന്നത് അതിലെ റൈറ്റ് മോഡാണ്. ഇനി ലൈൻ 1 ഈക്വൽ വെൽക്കം ടു പൈത്തൺ, നമ്മൾ വെൽക്കം ടു പൈത്തൺ എന്നുള്ളത് ലൈൻ 1 ആയിട്ട് ആഡ് ചെയ്തു, സിംഗിൾ കോട്ട്സിലാണ് കൊടുത്തത്. f.write ലൈൻ 1, അപ്പോൾ ലൈൻ 1 എന്നുള്ളത് അവിടെ റൈറ്റിംഗ് നടക്കുന്നു. ലൈൻ 2 പ്രോഗ്രാമിംഗ് ഈസ് ഫൺ, നമ്മൾ ലൈൻ 2 അതാണ് കൊടുക്കുന്നത്. ഇനി f.write ലൈൻ 2, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ലൈനും നമ്മൾ അവിടെ റൈറ്റ് ചെയ്യുന്നു. എന്നിട്ട് f.close, അപ്പോൾ ഫയൽ ഓപ്പൺ അതേമാതിരി ക്ലോസ്, അതിൻ്റെ ഇടയിൽ ഫസ്റ്റ് നമ്മൾ റൈറ്റിംഗ് എന്നുള്ള പ്രോസസ്സാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നെക്സ്റ്റ് ടോപ്പിക് ഗെറ്റിംഗ് ആൻഡ് റീസെറ്റിംഗ് ദ ഫയൽസ് പൊസിഷൻ. എങ്ങനെയാണ് ഒരു ഫയലിനകത്ത് നമുക്ക് കറക്റ്റായിട്ട് സ്പെസിഫിക് പൊസിഷൻസ് എടുക്കുന്നത്? അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളത് റീഡ് ആൻഡ് റൈറ്റ് മെത്തേഡാണ്. റീഡ് മെത്തേഡിലൂടെ റീഡിംഗ് ദ കണ്ടൻസ് ആണ് നടക്കുന്നത്. റൈറ്റ് മെത്തേഡിലൂടെ റൈറ്റിംഗ് ദ കണ്ടൻസ് ടു ദ ഫയലാണ് നടക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മാത്രം പോരാ, നമുക്ക് ഇനി പെർട്ടിക്കുലർ ആയിട്ടുള്ള ഓരോ പൊസിഷൻസ് എങ്ങനെ കിട്ടുന്നു, അതുപോലെ നമുക്ക് എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, ഇതൊക്കെയാണ് ഇവിടെ നമ്മൾ പഠിക്കുന്നത്. അതിലാദ്യം നമ്മൾ പഠിക്കുന്ന രണ്ട് ഫങ്ഷൻസ്, ഒന്ന് ടെൽ എന്ന് പറയും, കറണ്ട് പൊസിഷൻ വിത്തിൻ ദ ഫയൽ, എവിടെയാണ് മൗസ് പോയിന്റർ ഇരിക്കുന്നത് എന്ന കറണ്ട് പൊസിഷനെ കാണിക്കുന്നു. അതേപോലെ സീക്ക് ഫ്രം എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ദ കറണ്ട് ഫയൽ പൊസിഷൻ. സീക്ക് ഫ്രം എന്ന ഫംഗ്ഷൻ എടുക്കുമ്പോൾ നമ്മൾ നിൽക്കുന്ന പൊസിഷൻ എവിടെയാണ് അതിനെ നമുക്ക് ചേഞ്ച് ചെയ്യിക്കാം. അപ്പോൾ സാധാരണയായിട്ട് 0 പൊസിഷനാണ് കാണിക്കുന്നതെങ്കിൽ ബിഗിനിങ് ഓഫ് ദ ഫയൽ, 1 ആണ് കാണിക്കുന്നതെങ്കിൽ കറണ്ട് പൊസിഷനും, 2 ആണ് കാണിക്കുന്നതെങ്കിൽ എൻഡ് ഓഫ് ഫയലുമാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ നമ്പർ വെച്ചിട്ട് നമുക്ക് അറിയാൻ പറ്റും ഏകദേശം എവിടെയാണ് നമ്മളുടെ ലൊക്കേഷൻ വരുന്നത്. അതേപോലെ പിന്നെ നമുക്ക് ഓഫ്സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കീവേഡാണ് കാണുന്നത്. ഓഫ്സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ബൈറ്റ്സ് ടു ബി മൂവ്ഡ്, എത്ര ബൈറ്റ്സ് ആണ് നമ്മളവിടെ കാണുന്ന പൊസിഷനിൽ നിന്നും എത്ര ബൈറ്റ്സ് ആണ് മൂവ് ചെയ്യേണ്ടത് എന്നാണ് ഓഫ്സെറ്റ് സൂചിപ്പിക്കുന്നത്. Now the next topic is modifying a text file. How can we modify a text file? എന്താണ് മോഡിഫൈങ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത്? ഓൾറെഡി നമ്മളൊരു ഫയൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഫയലിലെ കണ്ടൻസിൽ എന്തെങ്കിലും തരത്തിലുള്ള ചേഞ്ചസ് നമ്മൾ വരുത്തണമെങ്കിൽ അതിനെയാണ് മോഡിഫൈയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നോർമലി ഇവിടെ നമ്മൾ ചെയ്യുന്ന യൂഷ്വൽ പ്രൊസീജിയർ എന്താണെന്ന് വെച്ചാൽ, ഫസ്റ്റ് വി വിൽ മേക്ക് എ ഫയൽ. After we make the file, if we want to do the necessary modifications in it, we will create another file so that we could copy the contents to it. അതായത് ആദ്യം ഈ ഒറിജിനൽ ഫയലിനെ അവിടെ നിർത്തിക്കൊണ്ട് നമ്മൾ വേറൊരു ഫയലിലേക്ക് എല്ലാ മോഡിഫിക്കേഷൻസും കാര്യങ്ങളും ഒക്കെ ചെയ്ത ശേഷം ആ പുതിയതായിട്ട് നമ്മൾ ഉണ്ടാക്കിയ ഫയലിന് ഒറിജിനൽ പേര് കൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങാനും ഒറിജിനൽ ഫയലിൽ തന്നെ നമ്മളെല്ലാ മോഡിഫിക്കേഷൻസും കൊടുത്ത് ഡയറക്റ്റ്ലി അതിനെ സേവ് ചെയ്യുമ്പോൾ എന്തെങ്കിലും തരത്തിൽ സിസ്റ്റം ക്രാഷ് ആയി കഴിഞ്ഞാൽ യുവർ ഒറിജിനൽ ഡേറ്റ വിൽ ബി ലോസ്റ്റ്. So for security reasons, we are copying the contents to another file, making all the necessary modifications which we need, and after that we will rename the file. So that the original will be there, the new file will also be available. At last, you can rename it as the original file itself, so that this original previous file is not used anymore. പേര് അവസാനം കൊണ്ടുപോയിട്ട് മാറ്റുമ്പോൾ ആ ഓൾറെഡി ആദ്യം നമ്മൾ ഏതിൽ നിന്നാണോ ചേഞ്ചസ് വരുത്തിയത് ആ ഫയൽ പിന്നെ നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത് നമുക്ക് പിന്നീട് ഫുള്ളായിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിൽ നമുക്ക് അവൈലബിൾ ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എക്സാമ്പിൾ നോക്കാം മോഡിഫൈ ചെയ്യുന്നത് എങ്ങനെയാണ്. fin equal to open dummy.txt r റീഡ് മോഡിലാണ് നമ്മളത് ഓപ്പൺ ചെയ്യണത്. ഡാറ്റ ഈക്വൽ fin.read,
ഡേറ്റ ഈക്വൽ ഫിൻ ഡോട്ട് റീപ്ലേസ് മൈ കോമ യുവർ. മൈ എന്ന വേർഡ് എവിടെ വരുന്നു അതിനെ നമ്മൾ യുവർ എന്നാക്കി മാറ്റുന്നു. എന്നിട്ട് ഫിൻ ഡോട്ട് ക്ലോസ്, നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുന്നു. ഫിൻ ഈക്വൽ ഓപ്പൺ ഡമ്മി ഡോട്ട് txt w. ഇവിടെ എന്താ ഉണ്ടാവണേ, നമ്മൾ ഓൾറെഡി ഇവിടെ ചേഞ്ച് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റീപ്ലേസ് ഫംഗ്ഷനിൽ. സോ വാട്ട് ഈസ് ടു ബി റീപ്ലേസ്ഡ്, മൈ ഷുഡ് ബി റീപ്ലേസ്ഡ് ബൈ യുവർ. അപ്പൊ ആ ചേഞ്ച് നമ്മൾ വരുത്തുന്നത് ഇവിടെ റൈറ്റിംഗ് എന്ന പ്രോസസ്സിലൂടെയാണ്. സോ ഇറ്റ് വിൽ ബി ചേഞ്ച്ഡ് ആൻഡ് ഇറ്റ് വിൽ ബി പ്ലേസ്ഡ് ആസ് യുവേഴ്സ് ആൻഡ് ദെൻ വി ആർ ഏബിൾ ടു ക്ലോസ് ദ ഫയൽ. സോ ടു പ്രോസസ്സസ് ആർ ഷോൺ ഹിയർ. First process is reading the data and replacing. The second process is that replacing is written. ആ റീപ്ലേസ് എന്ന് പറഞ്ഞതുകൊണ്ട് അത് റീപ്ലേസ് ആവണില്ല, നമ്മൾ അതിനെ റൈറ്റ് ചെയ്യുന്നു. അപ്പൊ റൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയതായിട്ട് നമുക്ക് കാണുമ്പോൾ അതിൽ ഈ ചേഞ്ച് ഓൾറെഡി ഉണ്ടായിരിക്കും. ഇതാണ് മോഡിഫൈയിങ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്ലേസിംഗ് ദ സ്ട്രിംഗ് യൂസിങ് ടെമ്പററി ഫയൽ. ഒരു സ്ട്രിങ്ങിനെ എങ്ങനെയാണ് ഒരു ടെമ്പററി ഫയൽ യൂസ് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് OS എന്ന മൊഡ്യൂളിനെ യൂസ് ചെയ്യുന്നു. OS എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഈ OS എന്ന് പറയുന്നത്. അതായത് പൈത്തണിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ചില യൂട്ടിലിറ്റീസിനെ നമ്മളിവിടെ പ്രയോജനപ്പെടുത്തുന്നു എന്നർത്ഥം. ചില ഫെസിലിറ്റീസ് പൈത്തണിലത്തെ നമുക്ക് നോക്കാം. F ഈക്വൽ ടു ഓപ്പൺ d:\a.txt എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫയൽ തുറക്കണു. അതിന് നമ്മൾ റീഡ് മോഡാണ് വെക്കണത്. G എന്ന് പറഞ്ഞിട്ട് വേറൊരു ഓബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ നമ്മൾ ഓപ്പൺ d:\c.txt എന്നുള്ള പേരിൽ വേറൊരു പുതിയ ഫയൽ ക്രിയേറ്റ് ചെയ്ത് അതിൽ നമ്മൾ റൈറ്റ് മോഡാണ് വെക്കണത്. For text in f.read lines. ഈ ടെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന വേരിയബിൾ നെയിം ആണ്. റീഡ് ലൈൻസ് എന്ന ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്തത്. ടെക്സ്റ്റ് is equal to text dot replace my comma yours. മൈ എന്ന വാക്ക് എവിടെയൊക്കെ വരുന്നു അവിടെയെല്ലാം യുവേഴ്സ് ആക്കി മാറ്റുന്നു. അത് കഴിഞ്ഞ് G ഡോട്ട് റൈറ്റ് ടെക്സ്റ്റ്, G എന്നുള്ള ഒബ്ജക്റ്റിൽ അതായത് രണ്ടാമത്തെ ഒബ്ജക്റ്റിലേക്ക് നമ്മൾ അതിനെ റൈറ്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് F ഡോട്ട് ക്ലോസ്, എന്നിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു. അപ്പൊ എന്താ ഉണ്ടാവണേ, ഓൾറെഡി ഉള്ളത് ഏതാ a.txt ആണ്. അതിൻ്റെ അകത്തുള്ള കണ്ടന്റ്സിൽ എവിടെയൊക്കെ മൈ വരുന്നു അതിനെല്ലാം നമ്മൾ യുവേഴ്സ് ആക്കി. എന്നിട്ട് നമ്മൾ സ്റ്റോർ ചെയ്യണത് G എന്ന് പറയുന്നത് എന്താണ്, c.txt എന്ന ഫയലാണ്. അതിലേക്കാണ് സ്റ്റോർ ചെയ്യണത്. അത് കഴിഞ്ഞിട്ട് Fഉം ക്ലോസ് ചെയ്യുക, Gയും ക്ലോസ് ചെയ്യുക. ഇനി ഇവിടെ നോക്കുക, os.remove എന്ന ഫംഗ്ഷനിലൂടെ നമ്മൾ ഈ പർട്ടിക്കുലർ a.txt ആയിരുന്നു നമ്മുടെ ഒറിജിനൽ ഫയൽ, അതിനെ റിമൂവ് ചെയ്യുന്നു. അതേപോലെ os.rename, നമ്മൾ ആ ഫയലിനെ റീനെയിം ചെയ്യുക, പേര് മാറ്റുക. അപ്പൊ എന്താ ചെയ്യണേ, ഇവിടെ d:\c.txt d:\ൽ തന്നെ a.txt. അപ്പൊ എന്താ ഉണ്ടാവുക, a.txt എന്ന ആ ഫയലിനെ നമ്മൾ കളഞ്ഞു എന്ന് മാത്രമല്ല നമ്മൾ ആ c.txt എന്നുള്ള പേരുള്ള ഫയലിനെ റീനെയിം ചെയ്തു, a.txt എന്നാക്കി മാറ്റി അതിന്റെ പേര്. പ്രിന്റ് ഫയൽ കണ്ടന്റ്സ് മോഡിഫൈഡ്, ഫയൽ കണ്ടന്റ്സിനെ നമ്മൾ മോഡിഫൈ ചെയ്തു. ഈ മെത്തേഡ് യൂസ് ചെയ്യേണ്ടി വരണത് വലിയ ലാർജ് വോളിയൂം ഓഫ് ഡേറ്റ സ്റ്റോർ ചെയ്യുന്ന സന്ദർഭത്തിലാണ്. ബിഗ് വോളിയൂം ഓഫ് ഡേറ്റ വരുമ്പോൾ ഈ മെത്തേഡിലൂടെ റീപ്ലേസ് ചെയ്യാനും, സ്മോൾ ഇൻഫർമേഷൻസ് ആണെങ്കിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത മെത്തേഡിലൂടെ എളുപ്പത്തിൽ ചെയ്യാനും സാധിക്കുന്നു. അപ്പൊ ഇതാണ് മോഡിഫൈയിങ് എ ടെക്സ്റ്റ് ഫയലിൽ നടക്കുന്നത്. നെക്സ്റ്റ് ടോപ്പിക്, അപ്പെൻഡ് ദ കണ്ടന്റ്സ് ടു എ ഫയൽ. അപ്പെൻഡ് എന്ന് പറയുമ്പോൾ ഓൾറെഡി ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ട് ആ ഫയലിലേക്ക് അഡീഷണൽ ആയിട്ട് പുതിയ കണ്ടന്റ്സ് നമുക്ക് ആഡ് ചെയ്യാനായിട്ടുള്ള ഫെസിലിറ്റിനെയാണ് അപ്പെൻഡിങ് എന്ന് പറയുന്നത്. സോ വി ആർ ഏബിൾ ടു ആഡ് മോർ ആൻഡ് മോർ കണ്ടന്റ്സ് ആസ് ആൻഡ് വെൻ ഇറ്റ് ഈസ് റിക്വയർഡ് ടു ദ ഫയൽ. സോ ലെറ്റ് us have a look. എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. F ഈക്വൽ ഓപ്പൺ abc.txt എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ട്. അതിൽ റൈറ്റ് മോഡാണ് കൊടുക്കേണ്ടത്, കാരണം നമ്മൾ അതിലേക്ക് കണ്ടന്റ്സിനെ റൈറ്റ് ചെയ്യാണ്. ലൈൻ ഈക്വൽ ടു ഹെലോ എവ്രി വൺ, നമ്മൾ ഹെലോ എവ്രി വൺ എന്നാണ് അതിലേക്ക് എഴുതിയത്. F ഡോട്ട് റൈറ്റ് ലൈൻ, അപ്പൊ നമ്മൾ അതിലേക്ക് അതിനെ റൈറ്റ് ചെയ്യുന്നു, എന്നിട്ട് നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മളിവിടെ ഓപ്പൺ മോഡ് തന്നെ എടുക്കുക, എന്നിട്ട് അതിൽ എ എന്ന് പറഞ്ഞാൽ അപ്പെൻഡ് മോഡാണ്. എന്നിട്ട് നമ്മൾ അതിലേക്ക് റൈറ്റ് ചെയ്യാണ്. /n എന്ന് പറയുമ്പോൾ പുതിയ ലൈനിൽ പോയിട്ട് താങ്ക്സ് എന്ന് നമുക്ക് പ്രിന്റ് ചെയ്യണം. എന്നിട്ട് വീണ്ടും നമ്മൾ അതിനെ ക്ലോസ് ചെയ്തു. ഇനി നമുക്കത് എങ്ങനെ കാണാൻ സാധിക്കുന്നു, F ഈക്വൽ അഗെയിൻ ഓപ്പൺ കൊടുക്കുക, ഫയൽ നെയിം കൊടുക്കുക, റീഡ് മോഡ് കൊടുക്കുക.
എന്നിട്ട് ടെക്സ്റ്റ് ഈക്വൽ ടു എഫ് ഡോട്ട് റീഡ്, അപ്പൊ റീഡ് ചെയ്യാം. അത് കഴിഞ്ഞ് പ്രിന്റ് ദ ടെക്സ്റ്റ്, അപ്പൊ ടെക്സ്റ്റിനെ പ്രിന്റ് ചെയ്യണു. എഫ് ഡോട്ട് ക്ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ ക്ലോസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ അതിന്റെ ഔട്ട്പുട്ട് കാണാം. ആദ്യം തന്നെ ഹലോ എവരി വൺ എന്നാണ് നമ്മൾ റൈറ്റ് ചെയ്തത്, അപ്പൊ അത് വരും. അത് കഴിഞ്ഞ് അപ്പൻ ചെയ്തത് കൊണ്ട് താഴെ നമുക്ക് താങ്ക്സ്, താഴെ ആവാനുള്ള കാരണം /n കൊടുത്തത് കൊണ്ടാണ്. ഇനി ഇവിടെ /t എന്നാണ് കൊടുത്തേച്ച്, ഇതിന്റെ സൈഡിലായിട്ടാണ് അത് പ്രിന്റ് ആയിട്ട് വരിക. ടാബ് ആണ് അവിടെ, ഇവിടെ ന്യൂ ലൈൻ ആണ്. അപ്പൊ ഇതുപോലെ നമുക്ക് എത്ര കണ്ടന്റ്സ് വേണമെങ്കിലും അപ്പൻ മോഡിലൂടെ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഫയലിലേക്കുള്ള കണ്ടന്റ്സ് കൂടി കൂടി വരുന്നു. സോ ദിസ് ഈസ് ദ പ്രോസസ് ഓഫ് appending the contents to a file.